ഹലോ മക്കളെ, വെൽക്കം ടു മാത്സ്. SSLC അറബിക് മോഡൽ എക്സാം മാരത്തോണിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിവെച്ചത് 10ാം ക്വസ്റ്റ്യൻ്റെ അവിടെയാണ്. അപ്പൊ നമുക്ക് 10ൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ 10ാം ക്വസ്റ്റ്യൻ, കമ്മിൽ നീ പൂർത്തിയാക്കുകയിൽ ഫറായി ബ്ലാങ്ക്സ് ആയ ഭാഗങ്ങൾ ബിൽ മുനാസിബി യോജിച്ച വാക്കുകൾ കൊണ്ട്. അതായത് നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഫീലുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്ന ഫീൽ എന്ന് പറയുന്നത് ഫീലുൽ മാദി, ഇപ്പുറത്ത് ഫീലുൽ മുളാരിയും തന്നിട്ടുണ്ട്. ഈ ബ്രാക്കറ്റിൽ അനുയോജ്യമായ ഫീലുകൾ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കത്തബ എന്നത് ഫീലുൽ മാദിയാണ്. അപ്പൊ കത്തബയ്ക്ക് ശേഷം എന്താണെന്ന് വരുന്നത് ചോദിക്കുന്നത്. ഇവിടെ കത്തബത്ത. അപ്പൊ രണ്ടാമത് വരുന്നത് എന്തേക്കാരം? കത്തബത്തുമ, കത്തബത്തും, കത്തബത്തി, കത്തബത്തുമ, കത്തബത്തുന്ന. അതായത് ഫീലിന്റെ ഗ്രാമർ പഠിച്ചവർക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ സ്കൂളിലും മദ്രസിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, ഫയല, ഫയല, ഫയലു, ഫയലത്ത്, ഫയലത്ത, ഫയലിന. ആ ഗ്രാമറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് കത്തബത്ത്, കത്തബത്തുമ, കത്തബത്തും, കത്തബത്തി, കത്തബത്തുമ, കത്തബത്തുന്ന. അതിന്റെ അപ്പുറത്ത് മുളാരിയും വന്നിക്കണേ. ഇവിടെ മുളാരിയായി വന്നിക്കണ എന്താണ്? ഫീലുൽ മുളാരി ആയിട്ട് വന്നിട്ടുള്ളത് തെക്തുബു ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തേക്കാരം? തെക്തുബു, തെക്തുബാനി, തെക്തുബൂന, തെക്തുബീന, തെക്തുബാനി, തെക്തുബുന. ഇതിന്റെ ആൻസർ നമ്മൾ അടിയിൽ എഴുതിക്കണം. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ കത്തബ, കത്തബത്തുമ, കത്തബത്തും, കത്തബത്തി, കത്തബത്തുമ, കത്തബത്തുന്ന. ഇവിടെ മുളാരിയായ ഫീൽ നോക്കാം. ഇവിടെ തെക്തുബു, തെക്തുബാനി, തെക്തുബൂന, തെക്തുബീന, തെക്തുബാനി, തെക്തുബുന. അപ്പോൾ എക്സാമിന് ഉറപ്പായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ നമ്മളെല്ലാവരും ഗ്രാമർ പഠിച്ചിട്ട് തന്നെ അറബി എക്സാം എഴുതാൻ പോകണം. ഇനി നമുക്ക് 10B നോക്കാം. റത്തിബ് നീ ക്രമപ്പെടുത്തുക കെലിമത്തു വാക്കുകളെ ഹത്ത തസീറുൽ ജുംലത്ത ജുംല ശരിയാവുന്നത് വരെ വാക്കുകളെ നീ ക്രമപ്പെടുത്തുക എന്നാണ്. അപ്പൊ അടിയിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന് നസിയത്തു, കാനത്ത്, ദാരിസത്തുൽ, മറിയമു. ഇത് ക്രമപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മൾ ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ കാനത്ത്, സോറ, ബാത്ത, 3 അക്ഷരങ്ങൾ വന്നിരിക്കുന്നത്. കാന, സോറ, ബാത്ത. ഇവ എന്താണ്? കാനഹവാത്തുകളാണ്. നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു കാനഹവത്തിനെ കുറിച്ച്. അതായത് കാനക്ക് ശേഷം വരുന്ന ഇസ്മിന് റഫും അതിന്റെ ഹബറിന് ഫത്തവും കൊടുക്കുക. രണ്ടാമത് വരുന്ന ഇസ്മി ഹബർ, അതിന് ഫത്തവും കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്രമപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ കാന, കാനിൽ മറിയമു ആയിരിക്കുന്നു. ദാരിസത്വൻ പഠിക്കുന്നവളായിരിക്കുന്നു. നശീത്വൻ ഉന്മേഷവനായ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് കാനഹവത്ത് ആദ്യം, അതിന്റെ ഇസ്മു എന്ന് പറയുന്നത് മറിയമു, അതിന്റെ ഹബർ എന്ന് പറയുന്നത് ദാരിസത്വൻ. പിന്നെ ഇതിന്റെ നഅത്താണ് ഇത് നശീത്തത്വൻ. അതായത് നഅത്തിന്റെ ഹർക്കത്ത് നിങ്ങൾ നോക്കി ഫത്തഹാണ്. അതായത് ഇവിടെ മൻഊത്ത് എന്ന് പറയുന്നത് ദാരിസത്വൻ എന്നാണ്. അപ്പൊ മൻഊത്തിന്റെ അതേ ഹർക്കത്തായിരിക്കും നഅത്തിനും വരിക. അപ്പൊ ഇനി രണ്ടാമത്തെ നോക്കാം, തൊബീബൻ. ഇവിടെ എന്താണ്? കാനഹവാത്ത് വന്നിട്ടുള്ളത് സോറ. അപ്പൊ സോറൽ അമീനു തൊബീബൻ. സോറ ആയിരിക്കുന്നു അമീനായിരിക്കുന്നു, തൊബീബൻ ഡോക്ടർ ആയിരിക്കുന്നു. എങ്ങനത്തെ ഡോക്ടർ? മാഹിറൻ ഉന്മേഷവനായ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഇപ്പൊ കാനഹവത്തിൽ വന്ന അക്ഷരം ഏതാന്ന് വെച്ചാൽ ബാത്ത. അപ്പൊ ഫസ്റ്റ് ഏതേക്കാരം വരിക? ബാത്ത. ബാത്തൽ ഉമ്മു, അത്തൽ ഉമ്മു ആയിരിക്കുന്നു. അതായത് ഉമ്മ ആയിരിക്കുന്നു. സായിറത്തുൻ ഉറക്കം ഒഴിച്ചവളായിരിക്കുന്നു. മൂന്നാമത്തത്. അപ്പൊ ഇതിന് 3 ആൻസർ നമ്മൾ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഒന്നുമില്ല, കാനഹവാത്ത് വരുമ്പോ കാനയുടെ ഇസ്മിന് ആദ്യം റഫും ഹബറിന് ഫത്തവും കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 11ാമത്തെ ക്വസ്റ്റ്യന് ലക്കൈത്തുൽ ചോദിക്കുക നിന്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടി. ലക്കൈത്തു കണ്ടുമുട്ടി. ഇന്ത ഷുബാക്കിൽ ദഫായി. ഇന്ത ഷുബാക്കിൽ ദഫായി എന്ന പേയ്മെന്റ് കൗണ്ടറിന്റെ അടുക്കൽ വെച്ച്. ഫിസൂക്കി അങ്ങാടിയിൽ. മർക്കസി ഫിസൂക്കിൽ മർക്കസി സൂപ്പർ മാർക്കറ്റിൽ എന്നാണ്. ഫിസൂക്കിൽ മർക്കസി സൂപ്പർ മാർക്കറ്റ്.
ഫജറ അപ്പോൾ നടന്നു, അതായത് സംഭവിച്ചു, ബൈനഹുമ നിങ്ങൾ രണ്ടാൾക്കും ഇടയിൽ, ഇവാറൻ ഒരു സംഭാഷണം. ഇപ്പൊ നമ്മൾ പരസ്പരം കൂട്ടുകാർ കണ്ടാൽ നമ്മൾ എന്ത് അവിടെ ഉണ്ടാവുക, സംഭാഷണം എന്തായാലും നടക്കും, പരസ്പരം ഒരു കൂട്ടുകാരൻ നടന്ന. അപ്പൊ അഹിദുൽ ഇവാർ ഇവിടെ ഒരു സംഭാഷണം ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ ഒരു ചെറിയ സംഭാഷണം ഉണ്ടാക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. അപ്പൊ നമ്മളെന്ന് ഉദ്ദേശിക്കുന്നതാണ് അന, നമ്മളെ കൂട്ടുകാരനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വാദിഖ്. അപ്പൊ അന നമ്മൾ പറയുന്നത് അഹ്ലൻ യാ സ്വാദിഖി കൈഫ ഹാലുക, ഓ കൂട്ടുകാരൻ നിനക്ക് എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ സ്വാദിഖൻ നമ്മളെ കൂട്ടുകാരൻ തരുന്ന മറുപടി അന ബിഹൈർ ഞാൻ സുഖമായിരിക്കുന്നു, കൈഫ ഹാലുക അൻത നിനക്കെങ്ങനെയുണ്ട്. അപ്പൊ അവൻ തിരിച്ച് നമ്മളോട് ചോദിക്കുകയാണ് നിനക്കെങ്ങനെയുണ്ട്. അപ്പൊ അന നമ്മൾ മറുപടി കൊടുക്കണം ഞാൻ അന ബിഹൈർ ഞാൻ ഓക്കെയാണ്, ലക്കിയത് തീർച്ചയായും ഇസ്ത്രയിത്തു ഞാൻ വാങ്ങിയിരിക്കുന്നു, അറുള്ളൻ കസീറത്തിൻ ധാരാളം സാധനങ്ങൾ, അറുള്ളൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. അപ്പൊ സ്വാദിഖ് കൂട്ടുകാരൻ പറയാണ് വാന ഞാൻ, അയലൻ ഞാനും, ജേത്തു വന്നിരിക്കുന്ന ഈസ്തറ വാങ്ങുവാൻ വേണ്ടി, ബൗലൻ ഫവാക്കി കുറച്ച് പഴങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു എന്ന് കൂട്ടുകാരൻ നമ്മളോട് പറയാണ്. നമ്മളവനോട് തിരിച്ചു പറയണം ഞാൻ ഹയ്യാബിനാനദുഫു നമുക്ക് അടക്കാൻ പോവാ, നദുഫു അടക്കാൻ പോവാ, സമനുൻ വില, അതായത് വാങ്ങിയ സാധനത്തിന്റെ വിലകൾ അടക്കാൻ പോവാ. ഇന്ത ആദിൽ ഷുബാക്കി പറഞ്ഞ കൗണ്ടർ. അപ്പൊ പേയ്മെന്റ് കൗണ്ടറിൽ പോയി നമുക്ക് വില അടക്കാം. അസ്വാദിക്കൻ കൂട്ടുകാരൻ ഹസനൻ ഓക്കെ, ശരിർത്തു ഞാൻ സന്തുഷ്ടവനാണ്, അതായത് സന്തോഷിക്കുന്നു, ജിദ്ദൻ വളരെ, വിളിക്കായ്ക്ക നിന്നെ കണ്ടുമുട്ടിയതിൽ, ഫിസൂക്കി ഈ അങ്ങാടിയിൽ. അതായത് ഹിവാറിനെ കുറിച്ച് എന്തായാലും ഒരു സംഭാഷണത്തെ കുറിച്ച് എന്തായാലും എക്സാമിൽ ചോദിക്കും. അപ്പൊ എന്തായാലും നമ്മളൊരു ഹിവാറ് പഠിച്ചിട്ട് പോവാം, സംഭാഷണം എന്തായാലും പഠിച്ചിട്ട് പോകണം. നമുക്ക് രണ്ടാമത്തത് 12ാം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഹഹീദൽ മുദക്കിറുത്തൻ റാണി ലക്ഷ്മിബായിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നിക്കാത്തിൽ ആദ്യത്ത താഴെയുള്ള പോയിന്റ്സുകൾ ഉപയോഗിച്ച്. അപ്പൊ ഇവിടെ താഴത്തെ നല്ല പോയിന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ മലിക്കത്ത് ജാൻസി റാണി, തദ്രിബു ഫുറൂസിൻ റാമിയത്തുൻ, അതായത് തദ്രിബു പരിശീലനം നേടിയിരിക്കുന്ന ഫുറൂസിയത്തുൻ കുതിരസവാരിയിലും റാമിയത്തുൻ അമ്പയത്തിലും, ബ്രിട്ടീഷ് കൊളോണിയസത്തിന് എതിരെ, തൂഫിയത്തു മരണപ്പെട്ടു, ഫി ഉംരിഹ 13 30ാം വയസ്സിൽ മരണപ്പെട്ടു. അപ്പോ റാണി ലക്ഷ്മിബായിനെ കുറിച്ചൊരു കുറിപ്പുണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഇതിന് ആൻസറാണ് അടിയിലുള്ളത്, ആൻസർ നോക്കാം. വക്കാനത്ത് റാണി ലക്ഷ്മിബായി ആയിരിക്കുന്നു മലിക്കത്തുൽ ജാൻസിയുടെ റാണിയാണ്, അതായത് ജാൻസി രാജ്യത്തിന്റെ റാണിയാണ്. ഉലിദത്ത് ജനിച്ചു, ഫി വരാനാസി സനത്ത 1828 വരാനാസിയിൽ റാണി ജനിച്ചു, ഉലിദർണ ജനിച്ചു. തദ്റബത്തി പരിശീലനം നേടി, ഫുറൂസിയത്ത കുതിരസവാരിയിലും റാമിയത്തുൻ അമ്പയത്തിലും, ഫനൂനി ദഫായ അൻ നഫ്സി അത് ആയോധന സെൽഫ് ഡിഫെൻസിലും, ഫി ഹദാസത്തി സിൻഹ അവളുടെ ചെറുപ്പകാലത്തിൽ, അതായത് ചെറുപ്രായത്തിൽ, തൂഫിയത്തുൽ മലിക്കത്തു റാഗ്നി മരണപ്പെട്ടു, ഫി സലാസീന മിൻ ഉംരിഹ 30ാം വയസ്സിൽ, ഉംറ എന്ന വയസ്സ്, സലാസീന എന്ന 30. വല്ലൊഹത്തുൽ ബിഹയാത്തിഹ അവളുടെ ജീവിതമായിരിക്കുന്നു, മിൻ അജലിൽ ഹുറിയത്തുൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഹുറിയത്ത് എന്ന സ്വാതന്ത്ര്യം, മിൻ അജലി എന്ന വേണ്ടി. അപ്പോ വാസ്ബത്തുൽ ഐക്കണായി തീർന്നിരിക്കുന്നു, എന്തിന്റെ ഐക്കണ്, നലാലി പോരാട്ടത്തിന്റെ, നലാലി പറഞ്ഞ പോരാട്ടത്തിന്റെ, വരീത്തീന ബ്രിട്ടീഷ് കൊളോണിയസത്തിന് എതിരെ. അപ്പൊ ഇവിടെ തന്ന പോയിന്റ്സുകളെല്ലാം നമ്മളിവിടെ താഴത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോയിന്റ്സ് തരും, അതിനെ കുറിച്ച് നമ്മൾ ഒരു കുറിപ്പുണ്ടാക്കുക. ഇനി നമുക്ക് നേരെ 12B പോവാം. അഹിദ് നീ തയ്യാറാക്കുക, ഒയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി ഒരു മുന്നറിയിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. മിൻ ഫിലാനി എന്തിന്റെ മുന്നറിയിപ്പ്,
ഫിലാനി പ്രളയത്തിൽ നിന്നും പ്രളയം ഉണ്ടാവുന്നില്ല, പ്രളയം ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ ബിസ്തീനാത്തി നിക്കത്തിൽ താലിയത്ത താഴെയുള്ള പോയിന്റുകൾ ഉപയോഗിച്ച്. അതായത് മുമ്പ് തന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് പോയിന്റ് തന്ന് അതേമാതിരി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ, അതേപോലെ ഒരു ആൻസർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ആണ് ഹുക്കുമത്ത് പറഞ്ഞാൽ ഗവൺമെന്റ്, ഹുത്തൂദ് ശൂത്ത് പറഞ്ഞാൽ അണക്കെട്ടുകൾ തുറക്കും, ഹുത്തൂലുൽ അംതുറിൽ വസീസത്ത് ഹുത്തൂൽ പറഞ്ഞാൽ പെയ്യും, അംതുറിൽ മഴ, വസീസത്തുൻ ശക്തമായ ഒരു മഴ പെയ്യുമെന്ന്, വഹദുൽ ഇയാത്തത്തുൻ മുന്നറിയിപ്പുകൾ സ്വീകരിക്കുക, അഹദ് പറഞ്ഞാൽ സ്വീകരിക്കുക. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഹുക്കൂമത്തിൻ ഗവൺമെന്റ് ഡയറക്ഷൻ നൽകുന്നു ഇല സുക്കൂനി താമസിക്കുന്നവർക്ക് വേണ്ടി, മനാത്തിക്കുൽ സാഹിലത്തി തീരപ്രദേശത്ത്, തഹദീറൻ ഒരു മുന്നറിയിപ്പ്, അതായത് ഗവൺമെന്റ് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മിൻ ഹുത്തൂലിൽ അംതറുൽ അസീസത്തിൻ മിൻ ഹുത്തൂലി പെയ്യും, അംതറുൻ മഴ, അസീസത്തിൻ ശക്തമായ ഒരു മഴ പെയ്യുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. വദാലിക ആ മഴ ഇബ്തിദാവുൻ തുടങ്ങും, മിൻ മസായിൽ യോമി ഇന്ന് വൈകുന്നേരം, നിങ്ങൾ സ്വീകരിക്കുക, മിൻ ജാമിയൻ എല്ലാവരും സ്വീകരിക്കുക, വഹദുൽ ഇയാത്തത്തിൻ മുൻകരുതലുകൾ, അഹദുൽ ഇയാത്തത്തിൻ പറഞ്ഞാൽ മുൻകരുതലുകൾ സ്വീകരിക്കുക. അപ്പൊ ഇനി നമുക്ക് നേരെ 13ാം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കമിലുൽ ഫിക്രത്ത് കമല എന്നല്ല കമിലുൽ ഫിക്രത്ത് എന്നാണ്. അതായത് സെന്റൻസുകൾ നീ പൂർത്തിയാക്കുക, മാ തബ്ദീലിൽ അൽഫായില് ഫീലുകളെ പകരമാക്കിക്കൊണ്ട്. എന്ത് ഫീലാണ്? മാലിയത്തുൻ. അതായത് ഇവിടെ നമുക്ക് കുറച്ച് മാലിയായ ഫീലുകൾ തന്നിട്ടുണ്ട്, കാണില്ല ഇവിടെ ബ്രാക്കറ്റിൽ ഇട്ടുണ്ട്. അതിനെന്താ ടൈലൽ മുല്ലാരിയിലേക്ക് പകരാക്കാനാണ് പറയുന്നത്. അതായത് ഇവിടെ കുറച്ച് മാലിയ ഫീലുകൾ തന്നിക്കണല്ലോ, ഷരീബ, ഫക്കറ, ദഹബ, ഇത്തസല. ഇതിനെന്താട്ടാണ് മാലിയ ആക്കാനാണ് പറയുന്നത്. അപ്പൊ മാലിയ ആക്കുമ്പോ ഇതിന്റെ എപ്പോഴും ഇവിടെ ഒരു ഫായിൽ ഉണ്ടാവും. ആ ഫായിൽ ആരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ആണാണോ പെണ്ണാണോ ശ്രദ്ധിക്കണം. പെണ്ണാണെങ്കിൽ അവസാനത്തിന് എന്തുണ്ടായിരിക്കും? മുഅന്നസിന്റെ ഒരു താ ഉണ്ടാവും. ആണാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ സാദിഖു വലതുൻ നഷീദൻ, സാദിക്കുന്ന കുട്ടി വലതുൻ ഒരു കുട്ടിയാണ്, നഷീദത്തുൻ ഉന്മേഷവനായ, ഹുവ അവൻ, ഇസ്തൈഖലു എണീക്കും, മുബക്കിറൻ നേരത്തെ, വകാമ അവൻ നീക്കും, മിൻ ഫിറാസിഹി അവന്റെ വിരിപ്പിൽ നിന്ന്, വശരീബ അവൻ കുടിക്കും, കൂബമിൻ കവായത്ത് കോഫി കോപ്പയിൽ നിന്ന്. അതായത് കവായത്ത് എന്ന് പറഞ്ഞാൽ കോഫി, കൂബ പറഞ്ഞ കോപ്പ. ഫക്കറ അവൻ ചിന്തിക്കും, ഫി മഹാമിൽ യോമിയത്തെ അവന്റെ ഡെയിലി ഹാബിറ്റ്സ്, അതായത് അവൻ ഡെയിലി എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ അവൻ ചിന്തിക്കും. ബാദൽ ലുഹറിന്റെ ശേഷം, ദഹബ അവൻ പോവും, ഇലൽ മക്തൂബത്തി എവിടേക്ക്? ഇലൽ മക്തൂബത്തി ലൈബ്രറിയിലേക്ക്. ഇത്തസല അവൻ എത്തിച്ചേരുമ്പി സ്വദീഖിഹി അവന്റെ കൂട്ടുകാരന്റെ അടുക്കലേക്ക്. അപ്പൊ അവിടെ മാലിയായ ഫീലിനെ മുള്ളാരി ആക്കാനാണ് പറയുന്നത്. തബ്ദീലുൽ അഫ്ആലി മാലിയത്തുൻ ഇലൽ മുള്ളാരി, മാലിയെ മുള്ളാരിയിലേക്ക് ആക്കുക. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു മാലിയ എങ്ങനെ മുള്ളാരി ആക്കുകയാണ്. അതായത് 4 അക്ഷരങ്ങളുണ്ട്, അലിഫ്, നൂന്, യാ, താ. ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം മാലിയ ഫീലിന്റെ മുമ്പ് കൊടുക്കുകയും അവസാനത്തെ അക്ഷരത്തിന് ഒരു ലമ്മും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് സ്വാദിക്കൻ എന്നാണ്, ഒരു കുട്ടി എന്നാണ്. അപ്പോ അതിനെ മുള്ളാരി ആക്കുമ്പോൾ ഇസ്തൈഖല എന്നുള്ളത് ഇസ്തൈഖലു എന്നാവും. ഈ അലിഫിനെ മാറ്റിയാണ്ട് ഒരു യാ മുമ്പ് കൊടുക്കുക, എന്നിട്ട് അവസാനത്തിന് ഒരു ലൊമ്മും കൊടുക്കുക. അപ്പൊ എന്തേക്കാരം? ഇസ്തൈഖലു. ഇനി ഇവിടെ കാമ എന്നുള്ളത് യക്കൂമു എന്നാവും. ആദ്യത്തിൽ ഒരു യാ കൊടുക്കുക, അവസാനത്തിൽ ഒരു ലൊമ്മും കൊടുക്കുക. ഇനി ഷെരിബ എന്നത് ഫീലുൽ മാദിയാണ്. അതിനെ മുള്ളാരി ആക്കുമ്പോൾ ആദ്യത്തിൽ യാവ് കൊടുക്കുക, അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കുക. സിമ്പിൾ അല്ലേ? ഇനി ഫക്കറ ചിന്തിച്ചു. ഫക്കറിനെ മുള്ളാരി ആക്കുമ്പോൾ യുഫക്കിറു അവൻ ചിന്തിക്കും.
യുഫക്കിറു യുഫക്കിറു അവസാനത്തിന് നമ്മൾ ലൊമ്മ കൊടുത്തു. ഇനി ദഹബ എന്നാൽ ദഹബ എന്നാൽ പോയി. അപ്പൊ അവൻ പോകുന്നു. യദ്ഹബു യദ്ഹബു അവൻ പോകുന്നു. ഇത്തസല എന്നാ എത്തിച്ചേർന്നു. അപ്പൊ പിന്നെ എത്തസിലു എത്തസിലു അവൻ എത്തിച്ചേരും. അപ്പൊ മാലയായ ഫീലുകൾ മുള്ളാരി ആക്കണം എന്ന് എങ്ങനെ മനസ്സിലായില്ലേ? അലിഫ് നൂനി യാവ് ത ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഫീലിൽ മാലിക്ക് ആദ്യം കൊടുക്കുക, അവസാനത്തെ അക്ഷരത്തിന് ഒരു ലൊമ്മും കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇക്ര തർജ്ജമത്തിൽ നജീബ് മഹ്ഫൂദ് അബി ഇസ്തിമാറത്തി. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിക്കണ്, കുറച്ച് എന്താപ്പോ നമ്മൾ ബയോഡാറ്റ മാതിരി ഒരു ക്വസ്റ്റ്യൻ തന്നിക്കണം ഇവിടെ. ഇതിന് ബയോഡാറ്റ പോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിക്കണം. അപ്പൊ ഇതിനെ ഇവിടെ ആൻസർ ചെയ്യാന്ന് പറയുന്നത്. അതായത് തർജ്ജമത്ത് പറഞ്ഞാൽ ജീവചരിത്രം എന്ന് അർത്ഥം വെക്കും. അപ്പോൾ നജീബുൽ മഹ്ഫൂദ് ആബിയുടെ ഒരു ജീവചരിത്രം വെക്കാനാണ് പറയണത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നജീബ് മഹ്ഫൂദ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദ് ബാഷ എന്നവർ കാത്തിബൻ ഒരു എഴുത്തുകാരനാണ്. മിസ്രിയുടെ എഴുത്തുകാരനാണ്. യുഹദ്ദു അദ്ദേഹത്തെ കണക്കാക്കപ്പെടും അവ്വലു മിസ്രിൻ ആദ്യത്തെ ഈജിപ്ഷ്യക്കാരനായിട്ടും അറബിയൻ അറബിക്കാരനായിട്ടും വസൽ അദ്ദേഹം നേടിയിരിക്കുന്ന അല ജായിസത്തിൽ നോബിൽ അത് നോബൽ സമ്മാനം അദ്ദേഹം നേടിയിരിക്കുന്നു. ജായിസത്ത് എന്ന അവാർഡ്. വലിദ് അദ്ദേഹം ജനിക്കപ്പെട്ടു ഡിസംബറിൽ 1911 1911 ഡിസംബറിൽ അദ്ദേഹം ജനിക്കപ്പെട്ടു. വലിദ് പറഞ്ഞാൽ ജനിച്ചു. ഫിൽ കായിറത്തി കൈറോ പട്ടണത്തിൽ. കൈറോ പട്ടണം എന്ന് പറയുമ്പോൾ മിസ്രിയുടെ ഒരു ഈജിപ്ഷ്യയിലൊരു പട്ടണമാണ് കൈറോ. കാന അദ്ദേഹമായിരുന്നു ഉള്ളൂവൻ ഒരു മെമ്പർ ആയിരുന്നു. എവിടത്തെ മെമ്പർ? അക്കാദമിയുൽ അമേരിക്കത്തിൽ അമേരിക്കയുടെ ഒരു മെമ്പർ ആയിരുന്നു. അമേരിക്കൻ അക്കാദമിയുടെ ഒരു മെമ്പർ ആയിരുന്നു. അപ്പൊ വാലിദുഹോ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ അസീസ് ഇബ്രാഹിം എന്നവരാണ് അദ്ദേഹത്തിന്റെ പിതാവ്. അപ്പൊ വാലിദത്തുഹോ അദ്ദേഹത്തിന്റെ ഉമ്മ ഫാത്തിമ എന്ന വ്യക്തിയാണ്. തുവഫി അദ്ദേഹം മരണപ്പെട്ടു. ഓഗസ്റ്റ് 2006 ഓഗസ്റ്റ് 30 അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ നമുക്കിവിടെ കുറച്ച് താഴെ തന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങള്. ഇസ്മുൽ കാമിൽ എന്നാൽ ഫുൾ നെയിം. അപ്പൊ അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നജീബ് മഹ്ഫൂദ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദ് ബാഷ. ഒന്നാമത്തെ ആൻസർ. ഇനി ഇസ്മുൽ ഉമ്മി രണ്ടാമത്തെ ചോദ്യം. ഇസ്മുൽ ഉമ്മാന്റെ പേരെന്താ? ഇവിടെ കൊടുത്തിരിക്കുന്നത്? വാലിദത്തുഹു ഫാത്തിമത്തുൻ ഉമ്മയുടെ പേര് ഫാത്തിമ. അപ്പൊ രണ്ടാമത്തെ ആൻസർ ഫാത്തിമ. അപ്പൊ ജായിസത്തുൻ അദ്ദേഹത്തിന്റെ അവാർഡ്. ജായിസത്തുൻ പറഞ്ഞ അവാർഡ്. ഇവിടെ അദ്ദേഹം നേടിയ അവാർഡ് എന്താ ഇവിടെ പറയുന്നത്? നോബൽ സമ്മാനമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അപ്പൊ ഇസ്മുൽ അബ് അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്? വാലിദുഹു അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദു അസീസ് ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്. അപ്പൊ നാലാമത്തെ ആൻസർ അത്. ഇനി ആമിൽ മീലാദ് എന്നാൽ ജനിച്ച വർഷം, ഡേറ്റ് ഓഫ് ബർത്ത്. അദ്ദേഹം എന്നാണ് ജനിച്ചത്? ഡിസംബർ 1911. അഞ്ചാമത്തെ ആൻസർ ആണ് 1911. താരീഫുൽ വഫാത്തി അദ്ദേഹം മരിച്ച വർഷം എന്നാണ് ചോദിക്കുന്നത്. വഫാത്തായ വർഷം അതെന്നാണ്? 2006 ഓഗസ്റ്റ് 30. അപ്പൊ എല്ലാവർക്കും ചോദ്യം ആൻസറും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നേരെ 15ാം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് ഞാൻ പാർട്ട് എ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടിട്ട് വേണം പാർട്ട് ബിയിലേക്ക് വരാന്. അപ്പം 15ാം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ലഹ്യ ജദ്വല പട്ടിക നീ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ കുറച്ച് പട്ടിക തന്നിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് വാക്കുകളും ഉണ്ട്. ലഹില ജദ്വല പട്ടികകൾ ശ്രദ്ധിച്ച് വജിബ് അസ്അലത്തിൽ താഴെയുള്ള ചോദ്യങ്ങൾക്ക് നീ ഉത്തരം എഴുതുക എന്നതാണ്. അതായത് കുറച്ച് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടികയിൽ കുറച്ച് പേരുകളും ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ നാഷണാലിറ്റിയും രചനകളൊക്കെ ഉണ്ട്. രചനകൾ. അപ്പോ
നമുക്ക് നോക്കാം. ഇസ്മുൻ, ഇസ്മു എന്നത് പേര്. അപ്പൊ ഒരു അറബി വാക്ക് പഠിച്ചേക്കണം. ഇസ്മു, ഇസ്മു എന്നാൽ പേര്. മീലാദുൻ, മീലാദ് എന്നാൽ എന്താ? ഡേറ്റ് ഓഫ് ബർത്ത്. മുഅല്ലിഫത്തുൻ എന്ന് പറഞ്ഞാൽ രചനകൾ. ജിൻസിയത്തുൻ എന്ന് പറഞ്ഞാൽ ജിൻസിയത്താണ് നാഷണാലിറ്റി. അപ്പോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. അതായത് ഇവിടെ കുറച്ച് നാലാൾക്കാരുടെ പേര്, ആ നാലാൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ നാലാൾക്കാരുടെ രചനകൾ, ആ നാലാൾക്കാരുടെ നാഷണാലിറ്റി, ഏത് രാജ്യക്കാരാണ് എന്ന്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മൻ ഹിയ സായിബത്തുൻ ആഷിഖത്തുൽ ലൈലി. ഇവിടെ ഈ തന്ന ആഷിഖത്തുൽ ലൈലി എന്നവരുടെ കർത്താവ് ആരാണ്, അതായത് ഓണർ ആരാണ് എന്ന്. ഇതിന്റെ ഓണർ നേരെ ആരാണ്? നാസിക്കുൽ മലായിക്കത്തി എന്നവരാണ്. ഒന്നാമത്തെ ആൻസർ 1. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് മാ ജിൻസിയത്തുൽ മലാല യൂസഫ്. മലാല യൂസഫിന്റെ രാജ്യം ഏതാണ് എന്നാണ്. അപ്പൊ അതിൽ നമുക്ക് ഏതാ ആൻസർ തന്നിട്ടുള്ളത്? പാകിസ്ഥാൻ. മലാല യൂസഫ് സായിയുടെ രാജ്യം ഏതത്? പാകിസ്ഥാൻ. രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ആൻസർ മത്ത ഒലിദത്ത് റജാവുൽ സാനി. റജാവുൽ സാനി എന്നാണ് ജനിച്ചത്, എപ്പോഴാണ് ജനിച്ചതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ആൻസർ 11/9/1981. റജാവുൽ നാഫിയ. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നാലാമത്തെ മാ ഇസ്മുൻ കിതാബുൽ കമലുൽ സൂരി. കമലാ സൂരിയുടെ കിതാബിന്റെ പേര് എന്താണ് എന്നാണ്. അതായത് കമലാ സൂരിയുടെ കിതാബിന്റെ പേര്. ആൻസർ യാ അല്ലാഹ്. അപ്പൊ നമുക്ക് ചോദ്യം ആൻസറും മനസ്സിലാക്കണമെന്ന് കരുതുന്നു. അതായത് ഇവിടെ കുറച്ച് പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടികയിലെ ചോദ്യങ്ങളുടെ ആൻസർ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ 4 ആൻസർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ആൻസർ നാസിക്കുൽ മലായിക്കത്തി, രണ്ടാമത്തെ ആൻസർ പാകിസ്ഥാൻ, മൂന്നാമത്തെ ആൻസർ 11/9/1981, നാലാമത്തെ ആൻസർ യാ അല്ലാഹ്. നമുക്ക് നേരെ 16 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടിയിൽ കുറച്ച് സെന്റൻസുകൾ തന്നിക്കണം. ആ സെന്റൻസിന്റെ അടിയിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നിക്കണം. ആ ചോദ്യത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. മുമ്പ് തന്ന ചോദ്യത്തിന്റെ അതേ പാറ്റേൺ തന്നെ. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. ഇക്രൽ ഫിക്രത്തൻ. താഴെയുള്ള ഖണ്ഡിക നീ വായിക്കുക. അതായത് ഖണ്ഡിക എന്നാൽ പാരഗ്രാഫ് നീ വായിക്കുക. അജീബ് നീ ഉത്തരം നൽകുക. അന്നസ്അലത്തി ചോദ്യത്തിന് അല്ലതി തഹത്ത താഴെ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് നോക്കാം. കളയത്തിൽ മഷാർ. വൈകുന്നേരം ദിവസം ഞാൻ ചെലവഴിച്ചു. മഷാറിന വൈകുന്നേരം. യോമിൽ മഷാറിന വൈകുന്നേരം തന്നെ കേട്ടോ. ലിഫത്തിൽ നെഹ്റിൽ കറിയത്തി. എന്റെ ഗ്രാമത്തിലുള്ള പുഴയുടെ തീരത്ത്. ലിഫത്ത് പറഞ്ഞാൽ തീരത്ത്. മാ അജ്മല എന്തൊരു ഭംഗിയാണ് നെഹ്റ പുഴ. വയജിരി ഒഴുകുന്നു വെള്ളം. അർസക്കൻ എന്നാൽ നീല. സാഫിയൻ തെളിഞ്ഞതായ നീല വെള്ളം ആ പുഴയിലൂടെ ഒഴുകുന്നു. യജിരി ഒഴുകുന്നു, ബിമാ വെള്ളം ഒഴുകുന്നു, അസ്റക്കിൽ സാഫി തെളിഞ്ഞ നീല വെള്ളം. തുസയ്യനുഹു ആ പുഴയെ അലങ്കരിക്കുന്നു. ഹു എന്ന് ഉദ്ദേശിക്കുന്നത് പുഴയെ. തുസയ്യനുഹു അലങ്കരിക്കുന്നു. അശംസു സൂര്യൻ. മഷായി വൈകുന്നേരത്തെ സൂര്യൻ. അപ്പൊ വൈകുന്നേരത്തെ സൂര്യനെ പുഴയെ അലങ്കരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാവുല്ലാതൻ. ഇനി അടുത്തൊരു സെന്റൻസ് ആണ്. വാവുല്ലാതൻ കുട്ടികൾ അബൂൻ അവർ കളിക്കുന്നു. ബി ഫർഹി സന്തോഷത്തോടെ. കിബാറൻ വലിയ ആളുകൾ. എത്തമദ്ദൂന അവർ ആനന്ദിക്കുന്നു. ബില്ലഹി ബിഹിം അവരുടെ കളികൾ കണ്ട്. ഹിം എന്നുദ്ദേശിക്കുന്നത് കുട്ടികളുടെ കളികൾ കണ്ട്. ഊതു മടങ്ങുന്ന തുയൂറു പക്ഷികൾ. ഇലാസാസിക അവരുടെ കൂട്ടിലേക്ക്. വയ ഉദ്ദു തെളിക്കുന്ന റൂഹത്തി ഇടയന്മാർ. വൽ മവാസിയ കന്നുകാലികളെ. ലിൽ അള്ളാഹിരി അവരുടെ ഇലകളിലേക്ക്. അപ്പൊ ഒന്നുകൂടി നോക്കാം. യൗദ്ദുൽ ഇറാത്തു കന്നുകാലികൾ ഇടയന്മാർ തെളിക്കുന്നു. മവാസിൻ
കന്നുകാലികളെ ഇലൽ അളാഹിരി അവരുടെ ഇലകളിലേക്ക്, അതായത് കന്നുകാലികളെ അവരുടെ കൂട്ടിലേക്ക് തെളിക്കുന്നു. ഉദിന ഞങ്ങൾ മടങ്ങി, അതായത് കുട്ടികൾ. ഉദിന നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഇവിടെ കുട്ടികൾ കഥ പറയണം. അപ്പൊ ഉദിന ഞങ്ങൾ മടങ്ങി മിനുള്ളഫത്തിൻ നെഹരി പുഴയുടെ തീരത്ത് നിന്ന് കബല ഇന്തിസാരിൽ ലൊലാമിൽ ലൈലി രാത്രിയുടെ ഇരുട്ട് പരക്കുന്നതിന് മുമ്പ്. കബല പറഞ്ഞാൽ മുമ്പ്, ഇന്തിസാർ പറഞ്ഞാൽ പരക്കുന്നതിന്, ലൊലമൻ ഇരുട്ട്, ലൈലി രാത്രിയുടെ ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മടങ്ങി, അതായത് വീട്ടിലേക്ക് മടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ താഴെ തന്നിട്ടുള്ള ഈ സബ് ചോദ്യങ്ങളുടെ ആൻസർ നോക്കാം. അയിന കളയത്തു എവിടെയാണ് ചെലവഴിച്ചത്? കളയത്തു ചെലവഴിച്ചത് മശാൽ യോമി വൈകുന്നേര ദിവസം, അതായത് വൈകുന്നേരം എവിടെയാണ് ചെലവഴിച്ചത്? അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ആൻസർ പറയുന്നുണ്ട് കളയത്തു മശാൽ യോമി ബിലൊഫത്തിൽ നെഹരി. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബിലൊഫത്തിൽ നെഹരി പുഴയുടെ തീരത്ത്. ഇനി രണ്ടാമത്തത് മാതാ തുസയ്യന് മാവിൽ നെഹരി പുഴയെ എന്താണ് അലങ്കരിക്കുന്നത്? അപ്പോ അശംസു മഷായി വൈകുന്നേരത്തെ സൂര്യൻ. ഇതിന്റെ രണ്ടാമത്തെ ആൻസർ ആണ് ഷംസുൽ മഷായി വൈകുന്നേരത്തെ സൂര്യൻ. മൂന്നാമത്തത് ഇല ഐന തോതുൽ തുയൂറു പക്ഷികൾ എവിടേക്കാണ് മടങ്ങുന്നത്? തോതു മടങ്ങുന്നത്, തുയൂറു പക്ഷികൾ. ഐന അറിഞ്ഞാൽ എവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പം പക്ഷികൾ എങ്ങോട്ടാണ് മടങ്ങുന്നത്? ഇല അസാസിയ അവരുടെ കൂടിലേക്ക്. തോതുൽ തുയൂറു പക്ഷികൾ മടങ്ങുന്നു, ഇല അസാസിയ അവരുടെ കൂടിലേക്ക്. ഇല ഐന തെർജുൽ മവാശി കന്നുകാലികളെ എവിടേക്കാണ് മടക്കുന്നത്? അപ്പൊ എവിടേക്കാണ്? ഇലി അവരുടെ ഇലകളിലേക്ക്, അവരുടെ കൂടുകളിലേക്ക്. ബദ്ദിൽ നീ പകരമാക്കുക ജാബിർ. ജാബിർ എന്ന വാക്കിനെ നീ പകരമാക്കുക മക്കാനുൽ ഫാത്തിമത്തി ഫാത്തിമ എന്ന വാക്കിന്റെ പകരം. അതായത് ചോദ്യത്തിലൂടെ ഫാത്തിമ എന്ന് തന്നിട്ടുണ്ട്. ഈ ഫാത്തിമ എന്നുള്ള പേര് മാറ്റി ഇവിടെ ജാബിർ ആക്കാനാണ് പറയുന്നത്. വാക്കിമൽ ഫിക്രത്തി സെന്റൻസിനെ നീ പൂർത്തിയാക്കുക. മാ തഹീറുൽ ആസിമത്തി അനിവാര്യമായ മാറ്റങ്ങളോട് കൂടെ. തഹീറത്ത് പറഞ്ഞാൽ മാറ്റങ്ങളോട്, ആസിമത്ത് പറഞ്ഞാൽ അനിവാര്യമായ, അത്യാവശ്യമായ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഇതിന്റെ ചോദ്യം നമുക്ക് അർത്ഥം വെക്കാം. ഫാത്തിമത്ത് ദാരിസത്തിൻ മിസാലിയത്തിൻ ഫാത്തിമത്ത് എന്ന കുട്ടി ദാരിസത്തിൻ മിസാലിയത്ത് മാതൃകാപരമായ ഒരു വിദ്യാർത്ഥിനിയാവുന്നു. തദ്രുസു അവൾ പഠിക്കുന്നു ഫി സൊഫിൽ ആശരി 10ാം ക്ലാസ്സിൽ. സൊഫർന ക്ലാസ്, ആശിറന 10. അത്തദ്ഹബു ആ പെൺകുട്ടി പോകുന്നില്ല മദ്രസത്തി സ്കൂളിലേക്ക്, ബിൽ ആഫിലത്തി ബസ്സിൽ. ബൈത്തുഹ അവളുടെ വീട് ഫിക്കറയത്തി ഗ്രാമത്തിലാകുന്നു. വലഹ അവൾക്കുണ്ട് സലാസത്ത് ഹിവാനി 3 സഹോദരന്മാർ. വഹും അവർ യദ്രുസൂന പഠിക്കുന്നു ഫി മദ്രസത്തിൽ കറയത്തി ഗ്രാമത്തിലെ സ്കൂളിൽ. അപ്പൊ അവിടെ ഫാത്തിമ എന്നുള്ള പേര് ജാബിർ ആക്കാനാണ് പറയണത്. അപ്പോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, പെണ്ണുങ്ങളെ പേര് വരുമ്പോ അവസാനത്തിൽ അതിന് മോനസും ഉണ്ടാവും, മോനസിന്റെ താ ഉണ്ടാവും. ഇവിടെ അതാണ് മോനസ്. ഫാത്തിമത്തിന് മോനസിന്റെ താവുണ്ട്, ദാരിസത്തിന് ഇവിടെയും മോനസിന്റെ താവുണ്ട്, മിസാലിയത്തിന് മോനസിന്റെ താവുണ്ട്. പിന്നെ ഇവിടെ പെണ്ണായോണ്ടാണ് ഇവിടെ തദ്രസു എന്ന് പറയുന്നത്. അവർ ആണാണെങ്കിൽ ഇദ്രസു എന്നേക്കാരം പറയാം. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ആൻസർ നോക്കാം. ഈ ഫാത്തിമത്ത് എന്നുള്ളത് ജാബിർ ആവുന്നു. ദാരിസത്തുൻ പഠിക്കുന്നവനാകുന്നു. ദാരിസത്തുൻ മിസാലിയത്തുൻ മാതൃകാപരമായ ഒരു വിദ്യാർത്ഥിയാവുന്നു. ഇവിടെ മോനസിന്റെ താവ് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ജാബിറുൻ ദാരിസുൻ മിസാലിയൻ. തദ്രസു എന്നുള്ളത് താവ് വെട്ടിയാണ്ട് യദ്രസു അവൻ പഠിക്കുന്നു ഫി സൊഫിൽ ആശരി 10ാം ക്ലാസ്സിൽ. തദ്ഹബു എന്നുള്ളത് താ വെട്ടിയാണ്ട് യാവാക്ക. അപ്പൊ യദ്ഹബു അവൻ പോകുന്നു ഇലിൽ മദ്രസത്തി സ്കൂളിലേക്ക്. ബിഫത്തി ബസ്സിൽ, അതായത് ബസ്സിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. ബൈത്തുഹ അവന്റെ വീട്. ബൈത്തുഹ പറഞ്ഞാൽ അവളുടെ വീട്. അപ്പൊ ഇവിടെ മാറ്റാനുണ്ട്. ബൈത്തുഹ എന്നല്ല, ബൈത്തു ഹു എന്നാണ് കേട്ടോ വരിക.
ആ എന്നുള്ളത് ഹൂ ആക്കാനാണ്, ഹൂ ആക്കുക. ഫിക്കറിയത്തി അതിൽ മാറ്റാനൊന്നുമില്ല, ഗ്രാമത്തിൽ. വലഹ എന്നുള്ളത് വലഹു എന്നാക്കുക. ഈ ഹ എന്നുള്ളത് എപ്പോഴും പെണ്ണുങ്ങൾക്കാണ് ഉപയോഗിക്കുക, അതിനെ ഹൂ എന്നാക്കുക ആണുങ്ങൾക്ക്. സലാസത്തുൻ വലഹു അവനുണ്ട്, സലാസത്തുൻ എഹ്വാനി 3 സഹോദരന്മാർ. വഹും അവർ യദ്റുസൂന പഠിക്കുന്നു, ഫി മദ്രസത്തിൽ ഖറിയത്തി ഗ്രാമത്തിൽ. ഇവിടെ ഒന്നും മാറ്റാനില്ല കേട്ടോ. അപ്പോ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഫാത്തിമത്തൻ എന്നുള്ളത് ജാബിറുൻ എന്നായി, ദാരിസത്തുൻ എന്നുള്ളത് ദാരിസുൻ എന്നായി, മിസാലിയത്തുൻ എന്നുള്ളത് മിസാലു എന്നായി, തദ്റുസു എന്നുള്ളത് ഇദ്റുസു എന്നായി, പിന്നെ തദ്ഹബു എന്നുള്ളത് യദ്ഹബു എന്നായി, ആ ബൈത്തുഹ എന്നുള്ളത് ബൈത്തുഹു എന്നായി, വലഹ എന്നുള്ളത് വലഹു എന്നായി. ഇനി അടുത്ത് 17ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു ബയോഡാറ്റ ഉണ്ടാക്കാനാണ് പറയുന്നത്. എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബയോഡാറ്റ. അപ്പൊ നമ്മൾ എല്ലാവരും ഇത് കാണാതെ തന്നെ പഠിച്ചിട്ട് പോകണം. സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നും പഠിച്ചാലേ. നമ്മൾ ഒരു ബയോഡാറ്റ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തേക്കാരം, നമ്മളെ പേര്, നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളെ സ്ഥലം, നമ്മളെ ഉപ്പാന്റെ പേര്, നമ്മളെ ഉമ്മാന്റെ പേര്, നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ പേര്, ഇതൊക്കെ ഇക്കാരം വരിക. നമുക്ക് കിട്ടിയ അവാർഡുകൾ, നമ്മളെ രാജ്യം ഏതാണെന്നൊക്കെ ചോദിക്കുക. അപ്പൊ നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഹിദൽ ബയാനത്ത് ഷഖ്സിയത്തുൽ കസീറത്ത. കസീറത്ത പറഞ്ഞാൽ ചെറിയൊരു ബയോഡാറ്റ ഉണ്ടാക്കുവാനാണ് പറയുന്നത്. അപ്പോ ഇസ്മുൽ കാമിൽ പറഞ്ഞാൽ എന്താണ്? ഇസ്മുൽ കാമിൽ എന്നാൽ ഫുൾ നെയിം. മക്കാനിൽ മീലാദി ജനിച്ച സ്ഥലം. പിന്നെ ഔലാദ് എന്നാൽ മക്കൾ. ജിൻസിയത്ത് എന്നാൽ നാഷണാലിറ്റി. താരിഖുൽ മീലാദ് എന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ഇസ്സാഹ്മത്ത് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നത്. താരിഖുൽ വഫാത്തി എന്നാൽ മരണം, അതായത് മരിച്ച വർഷം. വിലായത്ത് എന്നാൽ സ്റ്റേറ്റ്. അതായത് ഇത് ഇവിടുന്ന് ഒരു എക്സാമ്പിൾ എടുത്തതാണ്. അതായത് നമുക്ക് ആരെങ്കിലും ഒരാളെ പ്രൊഫൈൽ നമുക്ക് എക്സാമിന് തരും, എന്നിട്ട് അവരുടെ ബയോഡാറ്റ ഉണ്ടാക്കാനാണ് പറയുന്നത്. ചിലപ്പോൾ ഇവിടെ റാണി ലക്ഷ്മിബായിനെ കുറിച്ച് തരാം, അല്ലെങ്കിൽ ഝാൻസി റാണിയെ കുറിച്ച് തരാം, ആരെ കുറിച്ച് വേണമെങ്കിലും ഇവിടെ തരാം. അപ്പൊ അവരുടെ ബയോഡാറ്റ നമ്മൾ എന്തായാലും പഠിച്ചാണ്ട് അവരുടെ ആൻസർ ഇവിടെ എഴുതുക. ഇസ്മുൽ കാമിൽ പറഞ്ഞ അവരുടെ പൂർണ്ണ പേര്, മക്കാനുൽ മീലാദ് പറഞ്ഞ അവരുടെ ജനിച്ച സ്ഥലം, ഔലാദൻ നിന്നാൽ അവരുടെ മക്കൾ, ജിൻസിയത്തൻ അവരുടെ നാഷണാലിറ്റി, താരിഖുൽ മീലാദ് ജനിച്ച വർഷം, ഇസ്ലാമത്ത് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, താരിഖുൽ വഫാത്ത് പറഞ്ഞാൽ മരിച്ച വർഷം, വിലായത്തൻ സ്റ്റേറ്റ്. ഇനി റത്തിബൽ ജുംല നീ ക്രമപ്പെടുത്തുക, അത്ത തസീറൽ ഹാക്കിയത്ത, അത് ശരിയാവുന്നത് വരെ. അപ്പോ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് 18. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അർത്ഥം വെക്കാം. സയലൻ നാസു, സയലതൻ ചോദിച്ചു, നാസു ജനങ്ങളോട്, അൻ കിസ്രി കൊട്ടാരത്തെ കുറിച്ച്. അപ്പോ രണ്ടാമത്തെ പോയിന്റ്, യൗമൻ ഒരു ദിവസം, വസല എത്തിച്ചേർന്നു, റുസൂലിൽ കിസ്റിന്റെ ഒരു ദൂതൻ, ഇലൽ മദീനയിലേക്ക്, മുക്കാബിലത്തിൽ ഹാലിഫത്ത, അതായത് ആ നാട്ടിലുള്ള ഖലീഫനെ കാണാൻ വേണ്ടി, ലീഡറിനെ കാണാൻ വേണ്ടി. ഖലീഫത്ത് എന്ന ലീഡർ. മൂന്നാമത്തെ പോയിന്റ്, വലം യക്കുൻ ആയിരുന്നില്ല, ഹൗലോ അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്നില്ല, ഹുറൂസൻ ഗാർഡ്, കാരണം സെക്യൂരിറ്റി. ഫക്കാല അപ്പോൾ പറഞ്ഞു, റസൂലൻ അപ്പൊ ദൂതൻ പറഞ്ഞു, റസൂലുൽ കിസ്രിയുടെ ദൂതൻ പറഞ്ഞു, കൗലുഹു അദ്ദേഹത്തിന്റെ വാക്കുകൾ, മഷ്ഹൂറൻ അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. അദലത്ത് നീ നീതി പാലിച്ചു, യാ ഉമർ നീ നീതി പാലിച്ചു, വാമിൻതു നിന്നെ വിശ്വസിച്ചിരിക്കുന്നു, ഫനിംതു നീ ഉറങ്ങിയിരിക്കുന്നു. അത് ഉമർ അള്ളാഹു ഒരു നീതിമാനായ ഭരണാധികാരിയായതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്, സുഖമായിട്ട് കടന്നുറങ്ങാണ്, ഒരു ടെൻഷനും ഇല്ലാതെ.
ഫവജദുഹു അപ്പോൾ എത്തിച്ചേർന്നു നായിമൻ ഉറങ്ങുന്നവനായിട്ട് അലാറംലി റംലി എന്ന മണലിന്റെ മേലെ അമാമത്തിൽ ബൈത്തി വീടിന്റെ മുമ്പിൽ. ഫഹൂബിർ അപ്പോൾ അറിയിക്കപ്പെട്ടു ബി അന്നഹു യുസക്കിനു അദ്ദേഹം തീർച്ചയായും അദ്ദേഹം താമസിക്കുന്നു ഫി ബൈത്തി വീട്ടിൽ കബുയൂത്തിൽ ഫുഖറായി. നാലാമത്തെ വദഹബർ റസൂലു കിസിറിന്റെ ദൂതൻ പോയി ഇലൽ ബൈത്തിൽ ആലിഫത്തി ലീഡറിന്റെ വീട്ടിലേക്ക്. നമുക്ക് ഇതിന്റെ ആൻസറുകൾ നോക്കാം. ഇതിന്റെ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് 1 യൗമൻ ഒരു ദിവസം വസല എത്തിച്ചേർന്ന റുസൂലുൻ കിസ്റിന്റെ ദൂതൻ എത്തിച്ചേർന്നില്ല മദീനയിലേക്ക് മുക്കാബിലത്തിൽ ആലിഫത്തിൽ ലീഡറിനെ കണ്ടുമുട്ടാൻ വേണ്ടി. അതായത് കിസ്റിൽ നിന്നുള്ള ഒരു ദൂതന് മദീനയുടെ ലീഡറിനെ കണ്ടുമുട്ടാൻ വേണ്ടി വന്നു. ഉമറുല്ലാഹിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണിത്. ഇനി അതിന്റെ രണ്ടാമത്തെ ആൻസർ സാലൻ നാസ് ആൻഡ് കിസ്രി. അപ്പൊ അദ്ദേഹം ആ നാട്ടിലുള്ള ആൾക്കാരോട് ഉമറുല്ലാഹിന്റെ കൊട്ടാരം എവിടെയെന്ന് ചോദിക്കുകയാണ്. സാലൻ നാസ് ജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു കിസ്രി കൊട്ടാരത്തെ കുറിച്ച്. ഇനി ഇതിന്റെ മൂന്നാമത് വരുന്നത് ഫഹുബിർ അപ്പോൾ അദ്ദേഹത്തെ അറിയിക്കപ്പെട്ടു ബി അന്നഹു തീർച്ചയായും യുസക്കിനു ഫി ബൈത്തി അദ്ദേഹം താമസിക്കുന്നു ഫി ബൈത്തി വീട്ടിൽ കബൂയൂത്തിൽ ഫുഖറാക്കളുടെ വീട് പോലെ. ഇതിന്റെ നാലാമത്തത് എന്ന് പറയുന്നത് റസൂലുൽ കിസ്രി ലിൽ ബൈത്തിൽ ആലിഫത്തി. അദ്ദേഹം പോയി റസൂലുൽ കിസ്രിയുടെ ദൂതൻ പോയില്ല ബൈത്തിൽ ആലിഫത്തി ലീഡറുടെ വീട്ടിലേക്ക്. ഇനി 5 ഇപ്പൊ വീട്ടിൽ പോയപ്പോ വജദുഹു അദ്ദേഹം എത്തിച്ചേർന്നു. പറഞ്ഞ ലീഡറുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ അദ്ദേഹം കാണുകയാണ് ഉമറുല്ലാഹിനെ നായിമുൻ ഉറങ്ങുന്നവനായിട്ട് അലാറംലി മണലിന്റെ മേൽ അമാമുൽ ബൈത്തി വീടിന്റെ മുമ്പിൽ. അപ്പൊ അദ്ദേഹം വീട്ടിൽ എത്തിച്ചേർന്നപ്പോ ഉമറുല്ലാഹിന് എന്ത് കാട്ടാണ്? വീടിന്റെ മുമ്പിൽ ഉറങ്ങാണ്. ഫക്കാല അപ്പൊ ഇത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു റസൂൽ കിസ്രിന്റെ ദൂതൻ പറഞ്ഞു കൗലവൻ മഷൂറൻ അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട വാക്കുകൾ അദ്ദേഹം പറയാണ്. അതിലത് യാ ഉമർ നീ നീതി പാലിച്ചിരിക്കുന്നു. അമ്മിൻത നിന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഫന്നിംത അപ്പോൾ അമ്മിൻത എന്ന് വിശ്വസിച്ചൊന്നുമല്ല. അമ്മിൻത നിനക്ക് സമാധാനം കിട്ടിയിരിക്കുന്നു. ഫന്നിംത അപ്പോൾ നീ ഉറങ്ങി. സമാധാനം കിട്ടിയപ്പോ നീതിമാനായ ഭരണാധികാരിയാണ്. അപ്പൊ സമാധാനം കിട്ടിയപ്പോ ഫന്നിംത അദ്ദേഹം ഉറങ്ങി. അതായത് നായിമൻ അല റംലി വീടിന്റെ മുമ്പിൽ ഉറങ്ങുന്നവനായിട്ട് അദ്ദേഹത്തെ കണ്ടു. ആ കണ്ടതിന് ശേഷം അഞ്ചാമത്തെ ആൻസർ. ഇനി ഇതാണ് 6ാമത്തെ പോയിന്റ്. ഉറങ്ങുന്നത് കണ്ടു, പക്ഷെ ഉറങ്ങുമ്പോൾ ഉമറുല്ലാഹിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് പറയുന്നത് വല്ലം യകൂൻ ഔലഹു ഹുർസൻ ഒരു ഗാർഡും ചുറ്റും ഉണ്ടായിരുന്നു. ഔലഹു പറഞ്ഞാൽ ചുറ്റും ഉണ്ടായിരുന്നില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് 7ാമത്തത്. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 പോയിന്റുകൾ തന്നിരിക്കുന്നത്. 7 പോയിന്റുകൾ ക്രമപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇത്. 2ാമത്തെ പോയിന്റ് ആണ് ആദ്യം തന്നിരിക്കുന്നത്. 3ാമത്തെ പോയിന്റ് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. 4ാമത്തെ പോയിന്റ് ലാസ്റ്റ്. 5ാമത്തെ പോയിന്റ് 5ാമത് തന്നെ. 7ാമത്തെ പോയിന്റ് 4ാമത് വന്നിരിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും SSLC എക്സാമിന് എല്ലാവരും നല്ലോണം പ്രിപ്പയർ ആയിട്ട് പോകുക. എല്ലാവരും ഗ്രാമറും ചാപ്റ്റർ എല്ലാവരും നല്ലോണം പഠിച്ചിട്ട് തന്നെ വേണം SSLC എക്സാം എഴുതാൻ. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ആശംസിക്കുന്നു.